ദൈവത്തെ സ്തുതിക്കുന്ന അവർ വാ തുറന്ന് പറയുന്നു, നെഹമ്യ. ചെറുപ്പക്കാരും മിണ്ടാതിരിക്കുന്നു. വാ തുറന്ന് പറഞ്ഞ്, യെരൂശലേമിലെ മതിൽ പണിയാൻ ദൈവം ഉപയോഗിച്ച ആരെയാ? ഉറക്കെ പറ, നെഹമ്യ. ഈ നെഹമ്യ എവിടാ ജനിച്ചേ? നെഹമ്യ എവിടാ വളർന്നേ? നെഹമ്യയുടെ സിറ്റിസൺഷിപ്പ് എവിടാ? നിങ്ങൾക്കൊരു സത്യം അറിയാവോ? യെരൂശലേമിന്റെ മതിൽ പണിയാൻ ദൈവം ഉപയോഗിച്ച നെഹമ്യ ജനിച്ചതും വളർന്നതും ജെറുസലേമിലല്ല. നെഹമ്യയുടെ അപ്പനപ്പന്മാർ പ്രവാസ കാലഘട്ടത്തിൽ അവർ കടന്നുപോയ സമയത്ത് വിവിധ പേർഷ്യൻ രാജ്യങ്ങളിൽ അവർ നെഹമ്യ എവിടെ വളർന്നേ? ഇറാഖ്, ഇറാൻ പോലുള്ള ഒരു പേർഷ്യൻ രാജ്യത്തിൽ അവിടുത്തെ രാജാവിന്റെ കൊട്ടാരത്തിലെ പാനപാത്രവാഹകനായിരുന്നു. മനസ്സിലാവുന്നോ? അപ്പൊ നെഹമ്യ ജനിച്ചതും വളർന്നതും എവിടെ? ഇപ്പൊ ഇന്ന് യോഗം കഴിയുമ്പോ പ്രായമുള്ളവർക്ക് അത്ര യൂസ്ഡ് അല്ല, പിള്ളേരോട് ചോദിച്ചാൽ മതി. ഗൂഗിളിനോടോ ChatGPT-യോടോ ഒക്കെ ഒന്ന് ചോദിച്ചാൽ മതി, നെഹമ്യ എവിടെയാ ജനിച്ചു വളർന്നതെന്ന്. ഉടനെ മറുപടി കിട്ടും, പേർഷ്യ. നെഹമ്യ ജനിച്ചതും വളർന്നതും ഇസ്രായേലിലല്ല. നെഹമ്യ ജനിച്ചതും വളർന്നതും എല്ലാം പേർഷ്യയിലാണ്. വർഷങ്ങൾക്ക് മുമ്പ് നെഹമ്യയുടെ അപ്പന്മാർ പ്രവാസ കാലഘട്ടത്തിൽ പേർഷ്യക്ക് പോയതാണ്. അതുകൊണ്ടാണ് ഒരു പേർഷ്യൻ രാജാവിന്റെ കൊട്ടാരത്തിലെ പാനപാത്രവാഹകനായി താൻ ജോലി ചെയ്തത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യഹൂദിയ നാട്ടിൽ നിന്ന് ചില സഹോദരന്മാർ ഈ നെഹമ്യയുടെ കൊട്ടാരത്തിൽ ചെല്ലുന്നത്. അവരോടാണ് നെഹമ്യ ഇസ്രായേലിൽ ജെറുസലേമിലെ വിവരങ്ങൾ അന്വേഷിക്കുന്നത്. അവരാണ് നെഹമ്യയോട് പറയുന്നത്, ദേശം അപമാനത്തിലും കഷ്ടത്തിലുമായിരിക്കുന്നു, ജെറുസലേമിന്റെ വാതിലുകൾ പൊളിഞ്ഞും അതിന്റെ ജനലുകൾ തീ വെച്ച് കത്തിച്ചും കളഞ്ഞിരിക്കുന്നു. ഈ വാർത്ത കേട്ടപ്പോൾ ഞാൻ ദുഃഖിച്ചു, കരഞ്ഞു, ഉപവസിച്ചു. പെട്ടെന്ന് പറയാം, ഒരൊറ്റ യഹൂദന്മാരും ചിന്തിച്ചതല്ല ഈ മതില് പണിയാൻ, ഈ വാതില് പണിയാൻ പേർഷ്യനൊരുത്തം വരുമെന്ന്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഒറ്റ യഹൂദന്മാര് ചിന്തിച്ചതല്ല ഈ മതില് പണിയാൻ, ഈ വാതില് പണിയാൻ പേർഷ്യൻ രാജ്യത്തിൽ നിന്ന് ഒരുത്തൻ വരുമെന്ന്. അവരെല്ലാം ഒന്നെങ്കിൽ ഈ പട്ടണം തകരും, അല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ നിന്ന് ആരെങ്കിലും എഴുന്നേക്കും. പക്ഷെ ഇവരാരും ചിന്തിച്ച റൂട്ടിലല്ല ദൈവം സഞ്ചരിച്ചത്. ഇന്ന് രാത്രിയിൽ ഇതൊരു പ്രവചന ദൂതായി സ്വീകരിച്ചു. നീ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ നിന്നെ കരുതാൻ എന്റെ ദൈവത്തിന് കഴിയും. അത് അനുഭവിച്ചവർക്ക് ആ കൈകൾ അടിച്ച് ദൈവത്തിന് രാത്രി നന്ദി പറയാം. ഞാൻ ചിന്തിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ എന്റെ ദൈവത്തിന് എന്നെ പുലർത്താൻ, കരുതാൻ, സഹായിക്കാൻ കഴിയും. ആമേൻ.